വളർത്തുമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി സംസ്ഥാനത്തെ മുഴുവൻ വികസന ബ്ലോക്കുകളിലും രാത്രിയിൽ പ്രവർത്തിക്കുന്ന വെറ്ററിനറി ആംബുലൻസുകൾ അനുവദിക്കുമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ മന്ത്രി ജെ ചിഞ്ചുറാണി. വളർത്തുമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി സംസ്ഥാനത്തെ മുഴുവൻ വികസന ബ്ലോക്കുകളിലും രാത്രിയിലും പ്രവർത്തിക്കുന്ന വെറ്ററിനറി ആംബുലൻസുകൾ അനുവദിക്കുമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. 152 ബ്ലോക്കുകളിൽ 29 ഇടങ്ങളിലേക്ക് ഇതിനകം വെറ്ററിനറി ആംബുലൻസുകൾ നൽകിക്കഴിഞ്ഞു. മലപ്പുറം ജില്ലയ്ക്ക് 2 എണ്ണം അനുവദിച്ചു. പുതിയ ബജറ്റിൽ ഇതിനായി 17 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതോടെ എല്ലാ ബ്ലോക്കുകളിലും ആംബുലൻസ് എത്തും. കർഷകർക്ക് 1962 നമ്പറിൽ കോൾ സെന്ററിൽ വിളിച്ചാൽ സേവനം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറം ജില്ലാ ക്ഷീര കർഷക സംഗമം ജീവനീയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ മലപ്പുറത്ത് മൂർക്കനാട് ഒരു പാൽപ്പൊടി ഫാക്ടറി സ്ഥാപിതമായി. 1-2 131 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ പാൽപ്പൊടി ഫാക്ടറി ഇപ്പോൾ പണിതീർന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്കറിയാം, ഇപ്പോൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുന്ന ഒരുപാട് ഉദ്ഘാടനങ്ങൾ നമ്മുടെ കേരളത്തിൽ കിടക്കുകയാണ്. എല്ലാം ഇപ്പോൾ ഓൺലൈനിലൂടെ ഇന്ന് തന്നെ മുഖ്യമന്ത്രി 2-3 പോലീസ് സ്റ്റേഷനുകൾ കേരളത്തിലെ മുഴുവൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. ആരോഗ്യവകുപ്പിൻ്റെ കേന്ദ്രങ്ങളെല്ലാം ഇന്ന് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പട്ടയം വരാൻ പോകുകയാണ്. ഇതെല്ലാം സംസ്ഥാനതല ഉദ്ഘാടനം നമ്മുടെ മുഖ്യമന്ത്രിയെ സമയമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നുണ്ടേ മൂർക്കനാട് പാൽപ്പൊടി ഫാക്ടറി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടയ്ക്കൽ.